വളരെ നമ്മളെല്ലാം കാത്തിരുന്ന, ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാൾ കാത്തിരുന്ന അമ്മയുടെ ഔദ്വേഗജനകമായിട്ടുള്ള ആ പ്രസ്താവന പത്രസമ്മേളനം ഇന്ന് വന്നിരിക്കുന്നു. അപ്പൊ സിദ്ദീഖ് ആദ്യമൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഏകദേശം ശ്ലാഘിച്ചും ഒക്കെയാണ്. പക്ഷേ പറഞ്ഞു വന്നതിന്റെ അവസാനമുള്ള ഒരു വാക്കിൽ തന്നെ അദ്ദേഹത്തിന് ഇതിനോടുള്ള പ്രതികരണം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ജനറിക് ആയിട്ടുള്ള ഒരു പ്രസ്താവന നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനാണ് പ്രതിഷേധം. അദ്ദേഹം പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അവിടെ വീണ് കിടന്ന് ഉരുണ്ടു. അത് വേറൊരു കാര്യം. അദ്ദേഹം പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാവരും കുറ്റക്കാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിനോട് അത് കേട്ടപ്പോൾ വിഷമം തോന്നി, സങ്കടം തോന്നി, അതിനോട് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ആളുകൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോ ഇത് ഒറ്റപ്പെട്ട സംഭവം. ആദ്യം തൊട്ട് തന്നെ അദ്ദേഹം പറയുന്ന ഒന്നിന്റെ ധ്വനി എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, എല്ലാ മേഖലയിലും ഇതുണ്ട്, ഇതൊക്കെ അദ്ദേഹം പറയാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം സിനിമാ മേഖലയെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് അതിനെതിരെ ഇങ്ങനെയുള്ള പുകമറ സൃഷ്ടിക്കുകയാണ്. പുകമറ എന്നുള്ള വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി. അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്റെ താല്പര്യം, ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. വേട്ടക്കാരുടെ താല്പര്യം, അവരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ഒരു വൃഥായജ്ഞമായിരുന്നു. പത്രക്കാരതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ വളരെ ശക്തമായിട്ട് ആക്രോശിക്കുകയും അദ്ദേഹത്തിന് അവിടെ കിടന്ന് വീണുരുളേണ്ടി അവസാനം ഇത് പത്രസമ്മേളനം അപൂർണമായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് അദ്ദേഹം എണീറ്റ് പോകേണ്ടിയും വന്നു. അതിനിടയ്ക്ക് അവിടെ ജോമോൾ എന്ന് പറഞ്ഞ നടി, അവാർഡ് നടിയാണ്, ആ അവാർഡ് നടി ഇരിപ്പുണ്ടായിരുന്നു, മറ്റൊരു നടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ജോമോളിലേക്ക് ഇവരെ പ്രദർശിപ്പിക്കാൻ കൊണ്ടുവന്നു. അത് സിദ്ദിഖ് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ആ പരാതികൾ മാത്രമേ കേൾക്കാനുള്ളൂ, ഈ പെൺകുട്ടികൾ പറയുന്നതും കൂടെ കേൾക്കൂ? അപ്പൊ ഈ ജോമോൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ലെന്ന്. ഉണ്ടാവാം, അങ്ങനെ അവരൊക്കെ ഉണ്ടാവും. വലിയ സൗന്ദര്യമുള്ള നടികൾ മാത്രമേ ഇങ്ങനെയുള്ള ഇരയാക്കപ്പെടാറുള്ളൂ സാധാരണഗതിയിൽ. അപ്പൊ ഇതിനകത്ത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചും ഔദിത്യമനുസരിച്ചും ഇതിനകത്ത് വ്യത്യാസം വരാം. സൗന്ദര്യം എന്ന് പറയുന്ന ഒരു ശാപമായിട്ട് തീരരുത്, സൗന്ദര്യം ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു അനുഗ്രഹവുമായിട്ട് തീരാൻ പാടില്ല. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ജനിക്കുന്നത് എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റൂ. ചിലർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലായിരിക്കാം, അങ്ങനെയുള്ള കേസുകളും ഉണ്ടായിരിക്കാം. പക്ഷെ എക്സ്ട്രാസ് എന്ന് പറയുന്ന, ഇവർ നടിയായിട്ടും നായികയായിട്ടും അഭിനയിച്ചതാണ്. പക്ഷെ എക്സ്ട്രാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവരുടെ കാര്യം വളരെ കഷ്ടമാണ്. ഈ പരസ്യമായിട്ട് ഇതിനു വേണ്ടി തന്നെ ഉപയോഗിക്കപ്പെടുന്നവരാണ് അവരെന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. അവരുടെ കാര്യം കൂടെ അത് പ്രത്യേകം ആ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ സംശയമാണ്. അവരെ അതിനുവേണ്ടി തന്നെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഈ കാര്യങ്ങളും നമ്മൾ അഭിസംബോധന ചെയ്യണം. ഈ ഫീൽഡ് എന്ന് പറയുന്നത് ആനന്ദ വ്യവസായത്തിന്റെ ഒരു ഫീൽഡാണ്. അതായത് ആനന്ദം വിൽക്കുന്ന, സ്വപ്നം വിൽക്കുന്ന ഒരു രംഗമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ആ റൊമാൻറ്റിക് കൽപ്പനകളും അതുപോലെ തന്നെ കയ്യേറ്റങ്ങളും ഒക്കെ കുഴപ്പമില്ല, ഒരു പരിധി വരെ കുഴപ്പമില്ല. പക്ഷെ മയക്കുമരുന്നും മദ്യവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും തന്റെ താരപദവിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടും സംവിധായക പദവി നിനക്ക് അവസരം നിഷേധിക്കപ്പെടാവുന്നുള്ള ഭീഷണി ഉയർത്തിക്കൊണ്ടും ഇത് മുതലാക്കുന്നവർ ചെയ്യുന്നത് തികച്ചും ഈ നൂറ്റാണ്ടിനും ഈ പരിഷ്കൃത സമൂഹത്തിനും ചേരാത്ത ചൂഷണങ്ങളാണ്. അത് ഏതു വിധത്തിലും നിർക്കപ്പെടേണ്ടതും തകർക്കപ്പെടേണ്ടതുമാണെന്നുള്ള കാര്യത്തിൽ ഒരുവിധമായിട്ടുള്ള സംശയങ്ങളും സിദ്ദിഖിനും ഉണ്ടാവേണ്ട കാര്യമില്ല. സിദ്ദിഖിന് ഇങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെയല്ല, അവർ പറയുന്നത് ആളുകളുടെ പേര് പറയൂ. അങ്ങനെയല്ല, ഈ ഫീൽഡിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുള്ളത് തന്നെ ഈ വ്യവസായത്തെ മോശമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പേരുകൾ പറയേണ്ടത്, കുറ്റക്കാരെന്ന് പുറത്തു കൊണ്ടുവരേണ്ടത് അവർ തന്നെയാണ്. അവർക്കറിയാം, ആ പേരുകൾ അറിയാം, ആ പേരുകൾ പുറത്തു കൊണ്ടുവരട്ടെ, ശുദ്ധീകരിക്കട്ടെ. ശുദ്ധീകരണമാണ് വേണ്ടത്. അവിടെ ഇപ്പോ ബംഗാളിലെ ഇപ്പൊ ഒരു പെൺകുട്ടി മെഡിക്കൽ കോളേജില് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാണല്ലോ ഇന്ത്യ മുഴുവൻ പ്രക്ഷോഭം നടന്ന്. ഒറ്റപ്പെട്ട സംഭവം ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അത് ആ സിനിമാ സമൂഹത്തിന്റെ, സിനിമയിലെ ഈ സംഘബലത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രശ്നമാണിത്. അപ്പൊ അതങ്ങനെ ഇത് ഒറ്റവർക്ക് എന്ന് പറയാൻ പറ്റില്ല. അത് തുടർന്ന് വന്ന നമ്മുടെ അനുഗ്രഹീത നടൻ ജഗദീഷ് തന്നെ പറയും, ഒറ്റപ്പെട്ടോ എന്ന് പറഞ്ഞത് തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ സിദ്ദിഖ് ചെയ്ത മറ്റൊരു കാര്യം, മറ്റു മേഖലകളിലും ഇതുണ്ടല്ലോ, അത് സിദ്ദിഖ് പറയേണ്ട കാര്യമല്ല, അത് കേരള മുഖ്യമന്ത്രി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. മറ്റിടത്തുണ്ട്, അതുകൊണ്ട് സിനിമയിൽ അനുവദനീയമാണ് എന്നുള്ളൊരു എക്സ്ക്യൂസ്, ഒരു ന്യായീകരിക്കുകയാണ്. അത് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒന്നാണ് സിനിമ എന്ന് പറയുന്നത്. വ്യവസായമായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. സംസ്കാരം ഉയർത്താൻ വേണ്ടിയാണ് അവിടെ ഈ സംസ്കാരരഹിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്ന ഒരു തരത്തിലും
ഒരു അംഗീകരിക്കാൻ പറ്റുകയില്ല. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ സിനിമ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള പുരസ്കാരം, നടന്മാർക്കുള്ള പുരസ്കാരം എന്ന് പറഞ്ഞ് വൻ തുകകളും അതുപോലെ തന്നെ ഇത് അതിന്റെ ചിഹ്നങ്ങളും ഒക്കെ കൊടുക്കുന്നത്, അവാർഡുകളും അതിന്റെ തുകകളും കൊടുക്കുന്നത് എന്തിനാണ്? അപ്പോ അതൊന്നും ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് തന്നെ എടുത്തത്. ഇതിലെ നിരുപാധികം മാപ്പ് ചോദിക്കുക എന്നുള്ളത് മാത്രമല്ല, വേറെ വഴികളൊന്നുമില്ല. അത് ശക്തമായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം വിധേയനായി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പൊ തന്ത്രത്തിൽ കൂടി ഇതിനെ ന്യായീകരിക്കുക എന്നുള്ളത്, പരോക്ഷമായി ന്യായീകരിക്കുന്ന ഒരു തന്ത്രമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും നാൾ മൗനമായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട വേഷം കെട്ടലുണ്ടായിരുന്നു, ഒരു സെറ്റിലായിരുന്നു ഞങ്ങള്, എവിടെയോ സെലിബ്രിറ്റികളായിട്ട് ഇവർക്ക് എന്തോ പരിപാടി ആഘോഷം ഉണ്ടായിരുന്നു, അതിന്റെ സെറ്റിലായിരുന്നു എല്ലാവരും. അതിനേക്കാൾ പ്രധാനമല്ലേ സിനിമാ സമൂഹം മൊത്തത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു അഭിശാപം? അതിനല്ലേ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത്, മറ്റേത് മാറ്റി വെച്ചിട്ട് വരേണ്ടതല്ലേ? അവിടെ കരാർ കൊടുത്ത് അവിടെ പണം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ആ ധനപരമായ താല്പര്യം കൊണ്ട് അങ്ങോട്ട് പോവുക. ഇവിടെ സാംസ്കാരികവും അതുപോലെ തന്നെ ബൗദ്ധികവുമായിട്ട് താല്പര്യം കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല? പത്രക്കാർ നേരിട്ട് തന്നെ ഒരു സംവിധായകന്റെ പേര് പറഞ്ഞു തന്നെ ചോദിച്ചു. 15 പേരുടെ ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വിധേയമല്ലാതെ ആർക്കും സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല, സംവിധായകനാവാൻ പറ്റിയില്ല. അങ്ങനത്തെ ആളുണ്ട്. പ്രസിദ്ധമായ സിനിമ ചെയ്യുന്ന ഒരാൾ ഒന്നും അല്ല അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പരസ്യമായിട്ട് ചില ആൾക്കാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, പേടി കൂടാതെ. ഇവരെ പേടിയാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് കോടതികളിൽ വരാനോ മൊഴി കൊടുക്കാനോ അല്ലെങ്കിൽ പോലീസിൽ പോയി മൊഴി കൊടുക്കാനോ അവർ തയ്യാറാകുന്നത്. അവരുടെ ആ നിസ്സഹായതയെ ഒന്നുകൂടി കളിയാക്കുന്ന തരത്തിലാണ് കേരള ഗവൺമെന്റ് ഇപ്പോൾ സിദ്ദിഖും വന്ന് പരാതി കൊടുക്കട്ടെ, ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാതെ കോടതി തീരുമാനിക്കട്ടെ, എന്ത് വേണോ അത് കോടതിയുടെ മുമ്പിലുണ്ട്. അങ്ങനെ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കോടതി പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ന്യായം. കോടതി പറഞ്ഞാൽ പിന്നെ സ്വീകരിക്കാതിരുന്ന നിങ്ങൾ ജയിലിൽ പോകും, കോർട്ടലക്ഷ്യത്തിന്. ഗവൺമെന്റ് ആയാലും ശരി, അമ്മയായാലും ശരി, അച്ഛനായാലും ശരി. പിന്നെ അതൊരു വലിയൊരു ഔദാര്യമായിട്ടൊന്നും കണക്കാക്കണ്ട. കോടതി പറയുന്നത് അനുസരിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥര് തന്നെയാണ്, അല്ലെങ്കിൽ വിവരം അറിയും. അപ്പൊ അങ്ങനൊന്നും പറഞ്ഞിട്ടുള്ള ന്യായീകരണമാണ് അദ്ദേഹം കൂടുതലും നടത്തിയത്. അമ്മ അത് തന്നെയാണ് അദ്ദേഹത്തെ ചുമതല ഏൽപ്പിച്ചത്. അദ്ദേഹം സ്തുത്യർഹമായിട്ടുള്ള രീതിയിൽ അത് അദ്ദേഹം നിർവഹിച്ചു. പക്ഷെ ജഗദീഷ് കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള ഒരു നിലപാട് തന്നെ പറഞ്ഞ് വിവരമുള്ള കാര്യങ്ങൾ തന്നെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് നമുക്കിവിടെ ഓർക്കേണ്ടതാണ്. പിന്നെ ഇവര് പറഞ്ഞ ഒരു കാര്യം, 5 വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. 5 വർഷം കഴിഞ്ഞതിൽ ഒന്നിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടാവും. അതായത് ശുചീകരണം, വൃത്തിയുള്ള പരിസരം ഉണ്ടാക്കുക എന്നുള്ളത്. അത് മൊത്തത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചൊരു നയത്തിന്റെ ഫലമായിരിക്കാം. അതൊക്കെ ഇപ്പൊ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതായത് മൂത്രമൊഴിക്കാൻ വേണ്ടി മറ കെട്ടേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം, ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ് ഉള്ളത്. അത് ഇക്കാര്യത്തിലല്ല, കഥകിനിയൊന്നും മുട്ടുന്ന കാര്യത്തില്ല. അതിലിപ്പോഴും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. 5 വർഷം കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളിലൊന്നും മാറ്റം വന്നിട്ടില്ല. ശുചീകരണം, അതായത് വാഷ്റൂമിന്റെ കാര്യത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവാം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതെല്ലാം ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിയിലാണ്. ഞാൻ എങ്ങനെ അതിന് ഉത്തരം പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയിലാണ്. അങ്ങനെയല്ല വേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ വേട്ടക്കാരനെ ജയിലിലിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്ന് ചങ്കൂറ്റത്തോടെ പറയാനുള്ള ചങ്കൂറ്റം എന്താണ് ഇവർക്കില്ലാത്തത് എന്നുള്ളതാണ് കേരളത്തിന്റെ മനസാക്ഷിയിൽ വരുന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യം.